ഹലോ ഗൈസ്, നമ്മളിൽ പലരും +2 സർട്ടിഫിക്കറ്റ് കോളേജിനും മറ്റാവശ്യങ്ങൾക്കുമായി നൽകാറുണ്ട്. പക്ഷേ നമ്മളിൽ ചിലരെങ്കിലും അതിൻ്റെ കോപ്പിയോ ഫോട്ടോയോ എടുക്കാൻ വിട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേരള ഗവൺമെൻറ് കേരള ബോർഡ് എക്സാമിൻ്റെ +2 സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റ് എല്ലാം ഡിജിറ്റൽ ലോക്കറിൽ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പല വീഡിയോസിലും കാണാൻ പറ്റുന്നത് ഞാൻ ഈ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് വഴിയാണ്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവത്തില്ല. ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിജി ലോക്കർ സൈൻ ചെയ്യുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് ഓർ സെർച്ച് എന്ന ബാറിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ സ്റ്റേറ്റ്സ് കാണാം. ആ സ്റ്റേറ്റ്സിൽ കേരള ചൂസ് ചെയ്തതിന് ശേഷം കേരള ബോർഡ് എക്സാമിൻ്റെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, കേരള ബോർഡ് എക്സാമാണോ അഥവാ കേരള